ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, JEE ആസ്പയർ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് പേഴ്സൻറ്റേജ്. പാരൻസ് അടക്കം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്. കാരണം നമ്മുടെ JEE മെയിൻ്റെ റിസൾട്ട് എപ്പോഴും പേഴ്സൻറ്റേജിലാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. പല ആളുകൾക്കും ഇത് കൃത്യമായിട്ട് അറിയില്ല എന്താണ് പേഴ്സൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എന്താണ് പേഴ്സൻറ്റേജ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പേഴ്സൻറ്റേജ് എല്ലാവർക്കും അറിയാം. 100ൽ നമുക്ക് 90 മാർക്ക് കിട്ടിയാൽ നമ്മൾ പറയാറുണ്ട് 90% കിട്ടിയെന്ന് പറയും അല്ലേ? ശതമാനം 90% മാർക്ക് കിട്ടി. 90% മുകളിൽ കിട്ടുന്ന ആളുകൾക്കാണ് എക്സാമിൽ A+ കിട്ടാറുള്ളത്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടോട്ടലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ 10 lakh ആളുകൾ, ഓക്കെ, ലെറ്റ്സ് സേ 10 lakh ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന റിസൾട്ട് 99% ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. 99%. ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് 99% മാർക്ക് കിട്ടി എന്നല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 10 lakh കുട്ടികൾ എഴുതുന്ന എക്സാമിൽ 99% കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ കുട്ടികളെ നമ്മൾ റാങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ടോപ്പ് 1%ൽ നിങ്ങൾ വന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായോ? അതിൻ്റെ ടോപ്പ് 1%ൽ നിങ്ങൾ എത്തിയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ റാങ്ക് എത്രയായിരിക്കും? ഇതിൻ്റെ 1% എത്രയാണ്? 10 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? അത് 10,000 ആണ് അല്ലേ? ഇതിൻ്റെ റാങ്ക് അപ്പോൾ എത്രയായിരിക്കും? 10,000 ആയിരിക്കും ഇവിടുത്തെ റാങ്ക് വരിക. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ റിസൾട്ട് JEEയിൽ 99% വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എഴുതിയ ആളുകളുടെ എണ്ണത്തിലെ ടോപ്പ് 1%ലാണ് ആ കുട്ടി ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ റാങ്ക് 10,000 ആയിരിക്കും. പല ആളുകളും തെറ്റിദ്ധാരണയാണ് ആ കുട്ടിക്ക് JEE മെയിനിൽ 99% മാർക്ക് കിട്ടിയെന്നുള്ളത്. അങ്ങനെയല്ല, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ 90%, ഇതേ എക്സാമ്പിളിൽ തന്നെ ഒരു കുട്ടിയുടെ റിസൾട്ട് 90% ആണെങ്കിൽ, ഒരു കുട്ടിയുടെ റിസൾട്ട് 90% ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ടോപ്പ് 10%ലാണ് ആ കുട്ടിയുള്ളത്. മുഴുവൻ ആളുകൾ എഴുതിയിട്ടുണ്ട്, എക്സാം എഴുതിയ ആളുകളിൽ ടോപ്പ് 10ലാണ് ആ കുട്ടിയുള്ളത്, ടോപ്പ് 10%ലാണ് ആ കുട്ടിയുള്ളത് എന്നാണ് അതിൻ്റെ മീനിങ്. ഓർ 90 എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ താഴെയാണ് ആ പരീക്ഷ എഴുതിയ 90% ആളുകളുടെ റാങ്ക് ഉള്ളത്. ഇവിടെ ഈ കുട്ടിയുടെ താഴെയാണ് ഈ എക്സാം എഴുതിയതിൽ 99% കുട്ടികളും ഈ കുട്ടിയുടെ താഴെയാണെന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 90% കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൽ 10 ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാമിലെ 10% എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഈ എക്സാമിൽ 90% കിട്ടിയ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 1 lakh ആയിരിക്കും ആ കുട്ടിയുടെ റാങ്ക്. ഇത് കൃത്യമായിട്ട് പലപ്പോഴും പാരൻസിനും സ്റ്റുഡൻസിനും ഒന്നും ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം നമ്മൾ റിസൾട്ടുകൾ കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ഒരു 99ഉം 98ഉം 97 ഒക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. കാരണം അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്ത് നമുക്കവിടെ സീറ്റുകളുടെ നമ്പർ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എന്ത് കിട്ടണമെന്നില്ല, സീറ്റ് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ IITകളിൽ 5000 സീറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കാം. IITകളിൽ 5000 സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഒരു എക്സാമ്പിൾ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് കിട്ടിയ കുട്ടിക്ക് എന്ത് ചെയ്യില്ല? IITയിൽ അഡ്മിഷൻ കിട്ടില്ല. കാരണം അവിടെ 5000 സീറ്റേ ഉള്ളൂ, 99% കൊണ്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഇതേ എക്സാം തന്നെ 10 ലക്ഷത്തിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 20 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇതേ എക്സാം തന്നെ 20 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് 99% കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും? ഗസ് ചെയ്തൂടെ? അതായത് 10 ലക്ഷത്തിൽ 99% കിട്ടിയപ്പോൾ 10,000 ആണ് റാങ്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ 20 ലക്ഷത്തിൻ്റെ ടോപ്പ് 1%ലാണ് ആ കുട്ടി ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ റാങ്ക് എത്രയായിരിക്കും? 20,000 ആയിരിക്കും ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 90% ഈ പരീക്ഷയിൽ 20 ലക്ഷം കുട്ടികൾ എഴുതുന്ന നീറ്റ് പോലുള്ള ഒരു പരീക്ഷയിൽ പേഴ്സൻറ്റേജിൽ പബ്ലിഷ് ചെയ്യാറില്ല. 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റാങ്ക് എത്രയായിരിക്കും? 2 ലക്ഷമാണ് അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വരിക. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതായത് 10 ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാമിൽ 99% കിട്ടി, അതുകൊണ്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അടുത്ത വർഷം ആളുകളുടെ എണ്ണം കൂടി, 20 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുന്നു. കുട്ടിയുടെ പേഴ്സൻറ്റേജ് 99 ആണ്, കുട്ടിയുടെ റാങ്ക് 20,000 ആണ്. അതായത് ആദ്യത്തെ ഈ ഒരു പരീക്ഷയിൽ കിട്ടിയ ഈ റാങ്ക് വെച്ച് കിട്ടിയ സീറ്റ് എന്തെയില്ല?
രണ്ടാമത്തെ ഈ ആളുകളുടെ എണ്ണം കൂടുമ്പം അതേ പെർസെൻറ്റേജിൽ ആ ഒരു സീറ്റ് കിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നല്ല കോളേജുകളിൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കാണ്. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പം, റിസൾട്ട് ചോദിക്കുമ്പം ഓൾ ഇന്ത്യ റാങ്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സീനിയേഴ്സ് ആവട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് ആവട്ടെ, നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക? ഓൾ ഇന്ത്യ റാങ്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് റാങ്ക് എത്രയാണെന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെർസെൻറ്റേജിൻ്റെ മൂല്യം, വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ ഈ 2 എക്സാമ്പിൾസിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പെർസെൻറ്റേജ്? നമ്മൾ സാധാരണ പറയാറുള്ള ശതമാനം അഥവാ പെർസെൻറ്റേജ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റാങ്ക് ടോട്ടൽ എഴുതിയ ആളുകളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ മാത്രമാണ് പെർസെൻറ്റേജ്. 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം എക്സാം എഴുതിയ കുട്ടികളിൽ 99% ആളുകളും നമുക്ക് താഴെയാണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. 90% എന്ന് പറഞ്ഞാൽ എന്താ? 90% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ടോട്ടൽ എക്സാം എഴുതിയ കുട്ടികളിൽ 90% കുട്ടികളും നമുക്ക് താഴെയാണെന്നുള്ളതാണ് 90%ൻ്റെ മീനിങ്. ഇത് ക്ലിയർ ആയെന്ന് ഉദ്ദേശിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.